ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ രണ്ട് ക്ലാസ്, മൂന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിന് ശേഷമുള്ള രണ്ട് ക്ലാസ്സുകളിൽ നമ്മളൊരു പ്രോബ്ലം, ഒരു സെറ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ പ്രോബ്ലംസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റുകാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു എക്സാം, ഒരു സെറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ എല്ലാവരും, ക്ലാസ്സിലുള്ള എല്ലാവരും ജസ്റ്റ് ഒരു പേന, ഒരു ബുക്ക് കയ്യിൽ കരുതുക കേട്ടോ. നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആവറേജ് ടോട്ടൽ കണ്ടെത്താൻ, അതുപോലെ ആവറേജ് കണ്ടെത്താൻ, അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ടേബിൾ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ടേബിൾ. ഓക്കെ, എല്ലാവരും വായിച്ചു. ജസ്റ്റ് ഫസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുള്ളത്. ദ ഫോളോവിംഗ് ടേബിൾ ഷോസ് ദ പെർസെന്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 6 സ്റ്റുഡൻസ് ഇൻ ഫോർ ഡിഫറെന്റ് സബ്ജക്ട്. ആറ് വിദ്യാർത്ഥികൾ, രാധിക, കരൺ, നീരജ്, അതുപോലെ തന്നെ പ്രിയങ്ക, ഈ ആറ് വിദ്യാർത്ഥികൾ നാല് സബ്ജക്റ്റുകൾ നേടിയിട്ടുള്ള സ്കോർ വന്നിട്ടുള്ളത് അല്ലെ. ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം 100ക്കാണ്, ഔട്ട് ഓഫ് 100 ആണ് അല്ലെ. സ്റ്റഡി ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദർഫോൾ. അപ്പൊ നമ്മൾ ആദ്യം ടേബിൾ പഠിക്കുകയാണ്, ടേബിൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താണ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് നേരെ ഫോളോ, ശേഷം വരുന്നുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോ നോക്കുമ്പോൾ രാധിക, കരുണ, നീരജ്, പ്രിയങ്ക, സുജാത, പ്രീതി, ഈ ആറ് വിദ്യാർത്ഥികള് ഫിസിക്സില്, കെമിസ്ട്രിയില്, മാത്സിലും ഇംഗ്ലീഷ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല, എല്ലാ ഡാറ്റ ഇവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ചില ബ്ലാങ്ക് ഒക്കെ ചില നമ്മൾ കഴിഞ്ഞ ടാബിൾ പഠിച്ച ചില ടേബിൾ ബ്ലാങ്ക്, ചില ടേബിളുകളിൽ ചില കോളംസ് ബ്ലാങ്ക് ആയിരുന്നു. അത് നമ്മൾ ബാക്കിയുള്ള ആവറേജ് അല്ലെങ്കിൽ ടോട്ടലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിനെ കണ്ടെത്താനൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല, നമുക്ക് എല്ലാ വിദ്യാർത്ഥികളുടെ എല്ലാ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. Okay. അപ്പൊ ഫസ്റ്റ് ദിവസം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റിസീവ്ഡ് ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്സ് ഇൻ ദ ഓൾ ദ ഫോർ സബ്ജക്ട് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ്, ഏതൊരാൾക്കാണ് റിസീവ്ഡ് ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്ക്? അഗ്രിഗേറ്റ് എന്താ? നമ്മൾ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുണ്ട്. അതൊക്കെ ഇതിനാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ മനസ്സിലാക്കാൻ. അഗ്രിഗേറ്റർ ഒന്നുമില്ല, ടോട്ടൽ മാർക്ക് എന്നുള്ളൂ. ടോട്ടൽ മാർക്ക്. ഓക്കെ. അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ മാർക്ക്. ടോട്ടൽ മാർക്ക് ഇൻ ഓൾ ദ ഫോർ സബ്ജക്ട്. ടോട്ടൽ നാല് സബ്ജക്റ്റുകൾ ഉള്ളത്. ഈ എല്ലാ നാല് സബ്ജക്റ്റിലും കൂടെ ടോട്ടൽ മാർക്ക് ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും ആറാളുടെ ടോട്ടൽ മാർക്ക് കാണേണ്ട ആവശ്യമില്ല, നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നാലാളുകൾ ഓപ്ഷനിലുള്ളത്. രാധിക, കരണ്, നീരജ്, സുജാത, ഈ നാലാളുകളുടെയും ടോപ്പ് മാർക്കുകൾ തമ്മിൽ ആഡ് ചെയ്യാം. നമുക്ക് ടേബിളിൽ നിന്ന് നാലുപേരുടെയും മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നാലാളുകളുടെയും ടോട്ടൽ മാർക്ക് കാണാം, ആർക്കാണ് ഹയസ്റ്റ് മാർക്ക് എന്ന് കാണാം. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോ എന്റെ കൂടെ സ്റ്റുഡൻസ്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും വിചാരിക്കണം. നിങ്ങൾ പെട്ടെന്ന് ചെയ്യട്ടോ. ഇതിൽ രാധിക, കരണ്, നീരജ്, സുജാത അല്ലെ. രാധിക, അതുപോലെ തന്നെ കരണ്, ഈ ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ഇടാം. ആരുടെയൊക്കെയാണ് ടോട്ടൽ മാർക്ക് നമ്മൾ കാണേണ്ടത്, അതിൽ ടോപ്പ് ഹയസ്റ്റ് ആരെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ രാധിക ഉണ്ട്, കരൺ ഉണ്ട്, നീരജ് ഉണ്ട്, സുജാത ഉണ്ട്. ഇവർ നാലുപേരാണ് ഓപ്ഷനിലുള്ളത് അല്ലെ. സുജാത ഓപ്ഷനിലുള്ളത്. അപ്പൊ ഇവരുടെ ടോട്ടൽ മാർക്ക് നമ്മൾ കാണാം. ഫിസിക്സിൽ 77 ആണ്. രാധികന്റെ നോക്കുകയാണെങ്കിൽ 90, 85, 95, 98. ഇന്ന് ടോട്ടൽ മാർക്ക് കണ്ടിട്ട് നമ്മൾ ഇവിടെ എഴുതി വെക്കാം. ആദ്യം ടേബിൾ ഉണ്ടാവും, ജസ്റ്റ് നമ്മുടെ കയ്യിൽ റഫ് ആയിട്ട് ടേബിൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. ടോട്ടൽ കാണാം, കരന്റെ ടോട്ടൽ കാണാം, പിന്നെ നീരജിന്റെ ടോട്ടൽ കാണാം, സുജാതയുടെ ടോട്ടൽ കാണാം. ഈ ടോട്ടൽ കണ്ടിട്ട് ആർക്കാണ് കൂടുതൽ മാർക്ക് നടത്തുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ലെവൽ, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു 8ാം ക്ലാസ് ലെവൽ മാത്സിൽ മാത്രം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പൊ ഇത് എല്ലാവരും കണ്ടെത്തട്ടോ. എല്ലാവരും എന്നെ കൂടുതൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ. എല്ലാവരും ഇത് ചെയ്യട്ടോ. എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് നോക്കാം. അപ്പൊ ഓപ്ഷനിലാകെ നാലാളെ തന്നിട്ടുള്ളൂ. അപ്പൊ നാലാളത് നോക്കിയാൽ മതി. പ്രിയങ്കയെ കുറിച്ചും പ്രീതിയെ കുറിച്ചും നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവരുടെ ടോട്ടൽ നമ്മൾ ഇപ്പൊ തൽക്കാലം കണ്ടതില്ല. നമുക്ക് ബാക്കിയുള്ള നാലാളുകളുടെ ടോട്ടലാണ് ഡാറ്റ ടോപ്പ് ആർക്കാണെന്ന് നോക്കാം. ജസ്റ്റ് എല്ലാവരും ഇത് ചെയ്യോ. ഇതിൽ മാറൂഫ, നന്ദന, നൂറ, ഖാലിദ്, റസീന, നാലുപേരുണ്ട്. എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ.
നിങ്ങളെ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഇടയിൽ നിങ്ങൾക്ക് രാധികന്റെ ടോട്ടൽ എത്രയാണെന്ന് ആദ്യം നിങ്ങൾ ടൈപ്പ് ചെയ്യട്ടെ കമന്റിൽ. നിങ്ങൾ ആദ്യം ആരുടെയും കണ്ടെത്തിയാൽ അത് കമന്റിലും ടൈപ്പ് ചെയ്യണം, നല്ല ബാക്കിയുള്ളവർക്കൂടെ ജസ്റ്റ് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മളെ കൂട്ടുകാരും പഠിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് കമന്റിലായിട്ട് അറിയിക്കുക. രാധികയുടെ ടോട്ടൽ എത്രയാണെന്ന് എഴുതാ, അതുപോലെ കരണിന്റെ ടോട്ടൽ എത്രയാണെന്ന് എഴുതാ. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതൊക്കെ ഇവിടെ കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾ ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കണേ. മെഹറൂഫ, നന്ദന, നൂറ, ഖാലിദ്, റസീന, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കലാണ് എന്റെ പണി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഫുള്ള് ചെയ്തു, നിങ്ങൾ കേട്ടു, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിൽക്കുക നിങ്ങളെ ഈ സമയം എടുത്തിട്ട് നമ്മൾ ഏകദേശം 2 ഹവറിനടുത്ത്, 1.5 ഹവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് 1.5 ഹവറോളം നമ്മൾ മുന്നിലുണ്ട്. നമുക്കിത് ഫുള്ള് സ്വന്തം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. ക്വസ്റ്റ്യൻ വേണേ ഒന്നുകൂടെ കാണിച്ചു തരാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് റിസീവ്ഡ് ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്ക് ഇൻ ഓൾ സബ്ജക്ട്. ടോട്ടൽ 4 സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്ക്, ഹയസ്റ്റ് ടോട്ടൽ മാർക്ക് ആർക്കാണ്? ഓക്കെ, രാധികയുടേത് കണ്ടെത്തിയിട്ടുണ്ട് ഒരാള്. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓക്കെ, ഗുഡ്. ഓക്കെ, രാധികൻ്റെത് കിട്ടിയിട്ടുണ്ട്. ഇനി കരണ്, നീരജ്, സുജാത. ഓക്കെ, രണ്ടുപേര് നന്ദന. ഓക്കെ, നന്ദന കരണിൻ്റെതും കട്ടിയിട്ടുണ്ട് അല്ലേ, 365. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണേ. ഓക്കെ, നന്ദനയുടെ മാർക്ക് വന്നിട്ടുണ്ട് 320 അല്ലേ. നന്ദന ആരാണിത്? എന്നെ നീരജ് അല്ലേ. ഓക്കെ, നീരജിൻ്റെത് 320. ഓക്കെ, ഓക്കെ. എസ് എന്ന് പറയുന്നത് സുജാത ആയിരിക്കും അല്ലേ. സുജാതയുടേത് 300. ഓക്കെ, സുജാതയുടേത് 304. ഓക്കെ, അപ്പൊ മെഹറൂഫ, റസീന, നന്ദന. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ റൂട്ടിൽ തന്നെ പോയാൽ പോരെ. നിങ്ങൾ എന്റെ കൂടെ ചെയ്യുന്നു, നമ്മൾ ആൻസർ കണ്ടെത്തിയിട്ട് ഒരുമിച്ച് പോകും. അതൊക്കെ നല്ലത് തോന്നുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ളത് നെറ്റ് എക്സാമിന് ചോദിക്കൂലെന്ന് വിചാരിക്കേണ്ട. നെറ്റ് എക്സാമിന് ചോദിച്ചിട്ട് കഴിഞ്ഞ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണത്. ചിലപ്പോൾ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. ചിലർക്ക് ടഫ് ആയിട്ടുള്ള ഡാറ്റ ചോദിക്കും, ചിലർക്ക് സിമ്പിൾ ആയിട്ട് ഡാറ്റ ചോദിക്കും. എന്തായാലും നമ്മൾ അറബിക്കാരാണെങ്കിൽ എല്ലാ അറബിക്കാർക്കും സെയിം ക്വസ്റ്റൻ ആയിരിക്കും. നമ്മൾ കെമിസ്ട്രിക്കാരാണെങ്കിൽ എല്ലാ കെമിസ്ട്രിക്കാർക്കും സെയിം പാറ്റേൺ ആയിരിക്കും കേട്ടോ. അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നന്ദന, മെഹറൂഫ, റസീന എല്ലാവരും ആക്റ്റീവ് ആണെന്ന് വിചാരിക്കണം. സന്തോഷം, താങ്ക് യു. എല്ലാവരും ചെയ്തത് ശരിയാണ്. അപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ എസ് എന്ന് പറയുന്നത് സുജാത. സുജാതന്റെ ടോട്ടൽ മാർക്ക് 304 ആണ്. എൻ എന്ന് പറയുന്നത് നീരജ്. നീരജിന്റെ 320, കുറച്ചുകൂടി കൂടുതലുണ്ട്. എന്നാ കരണ്ടത് 365 365 ഉണ്ട്. രാധികയുടേത് 368 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാധിക എത്രയാണ്? രാധികൻ്റെത് 368. കരണിൻ്റെത് എത്രയാണ്? കരണിൻ്റെത് 365 അല്ലെ, 365. അതുപോലെ തന്നെ നീരജിൻ്റെത് 320. ഓക്കെ, അടുത്തത് ആരാണ്? സുജാതയുടേത് 304. ഇതൊക്കെ പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് ആൻസർ കിട്ടിയ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് പോലാട്ടോ. സാധാരണ നമ്മൾ ചെയ്ത് പഠിക്കണോണ്ടാണ് ഇങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് പോണേ. അപ്പൊ 368, 365, 320, 304. അപ്പൊ നമുക്ക് മനസ്സിലായത് രാധികയുടെ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ രാധിക ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാ, രാധികയുടേത് 365 എല്ലാം കൂടെ കൂട്ടി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്. അതിന് കരണിൻ്റെത് കൂട്ടി എല്ലാത്തിലും കൂട്ടി 365 കിട്ടി. നീരജിൻ്റെത് എല്ലാതും കൂട്ടിയപ്പോൾ എത്ര കിട്ടി നമുക്ക്? 320 കിട്ടി. അതുപോലെ തന്നെ സുജാതയുടെ എല്ലാം കൂട്ടുമ്പോൾ 304 കിട്ടി. അപ്പൊ എന്താ ഏറ്റവും കൂടുതലുള്ളത് 368 രാധികയുടേതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റിന് പോട്ടെ. സിമ്പിൾ ആയ ക്വസ്റ്റൻ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് ടേബിൾ ഒന്ന് കാണാം. ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് 4 വിഷയങ്ങളിലുള്ള 6 വിദ്യാർത്ഥികളുടെ മാർക്ക് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഓവറോൾ പെർസെന്റേജ് ഓഫ് കരൺ?
കരണിന്റെ ഓവറോൾ പേഴ്സൻറ്റേജ് എത്രയാണ്? ഓവറോൾ പേഴ്സൻറ്റേജ് കാണാൻ എത്ര ഉള്ളൂ? കരൺ എന്ന് പറഞ്ഞത് എത്രാമത്തെ വിദ്യാർത്ഥിയാണ്? രണ്ടാമത്തെ വിദ്യാർത്ഥി അല്ലെ? കരണിന്റെ ഓവറോൾ പേഴ്സൻറ്റേജ് അല്ല കണ്ടത്. അപ്പൊ കരണിന്റെ ആദ്യ ടോട്ടൽ മാർക്ക് കാണാം. ടോട്ടൽ മാർക്ക് കണ്ടിട്ട് കരണ്ട് ടോട്ടൽ മാർക്ക് എന്താ? 92, 90, 90, 93 കണ്ട. അപ്പൊ ഇത് കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടൂലേ? ഒരു സംഖ്യ കിട്ടും. എക്സ് സംഖ്യ കിട്ടും. അത് നമ്മൾ കൂട്ടി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇപ്പത്തെ കൂട്ടി ചെയ്തോളട്ടോ. എന്നിട്ട് ഈ ടോട്ടൽ മാർക്ക് കേട്ടോ, പെർസെന്റേജ് ആണെങ്കിൽ എന്താണ് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100, അങ്ങനെയല്ലേ ചെയ്യല്? അപ്പൊ ടോട്ടൽ മാർക്ക് എത്ര? ടോട്ടൽ എത്ര മാർക്കാണ് വേണ്ടത്? ഫിസിക്സ് 100-ലാണ്, കെമിസ്ട്രി 100-ലാണ്, മാത്സ് 100-ലാണ്, ഇംഗ്ലീഷ് 100. ടോട്ടൽ എത്രയാണ്? 400-ലാണ്. അപ്പൊ കിട്ടിയ മാർക്ക് ബൈ 400 ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്യും. ആൻസർ കണ്ടെത്താം. ആദ്യം എന്താ പറയുക, ടോട്ടൽ മാർക്ക് എക്സ് ആണ്. ടോട്ടൽ മാർക്ക് കൂട്ടി വെക്കട്ടെ. 92, 90, 90, 93 കൂട്ടുമ്പോൾ നമുക്ക് എക്സ് കിട്ടും, ടോട്ടൽ മാർക്ക് കിട്ടും. 4 കൊണ്ട് 400 ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. ഓക്കെ, ചെയ്യട്ടോ, എല്ലാവരും ചെയ്യണേ. എല്ലാവരും ചെയ്യണം. കരണിന്റെ എന്താ പറയുക ടോട്ടൽ എന്താ പറയുക പെർസെന്റേജിൽ കാണാൻ വന്നത് ടോട്ടൽ മാർക്കിന്റെ പെർസെന്റേജിലാണ്. വാട്ട് ഇസ് ഓവറോൾ പെർസെന്റേജ് ഓഫ് കരൺ? ഓക്കെ, കരണിന്റെ ഓവറോൾ പെർസെന്റേജ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കേട്ടോ, നിങ്ങൾ ചെയ്യണേ. നിങ്ങളെ വെയിറ്റ് ചെയ്യണേ ഞാൻ. ഓക്കെ, എല്ലാവരും ചെയ്തോ? ടോട്ടൽ മാർക്ക് കണ്ടോ? 90 കറണ്ട് ഫിസിക്സിൽ വേണ്ടിയിട്ടുള്ള 92 മാർക്കാണ്. കെമിസ്ട്രിയിൽ 90 മാർക്ക്, മാത്സിൽ 90 മാർക്ക്, ഇംഗ്ലീഷിൽ 93 മാർക്ക്. ടോട്ടൽ ഇത്രയും കിട്ടിയത്? തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഒന്ന് ഉള്ളത് എന്താണ്? 91.1.1 അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. 91.25, 91.5 അങ്ങനെ ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കട്ടോ. ഓപ്ഷൻ ഡി അല്ലേ? 91.25 നമ്മൾ ചെയ്ത് നോക്കട്ടോ. ഓപ്ഷൻ ഡി ആണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. കരണിന്റെ ടോട്ടൽ മാർക്ക് 92, 90, 90, 93. അപ്പൊ അതിന് എല്ലാത്തിനും ആഡ് ചെയ്ത് 365 കിട്ടി. ഓക്കെ, 365 കിട്ടി. ഈ 365 നമ്മൾ മാക്സിമം മാർക്ക് എത്രയാണ്? 400 അല്ലെ? അപ്പോൾ 365/400. ഓക്കെ, 365/400 ഇൻറ്റു 100. 365/400/100 ആകുമ്പോൾ 91.25 കിട്ടും. ഓക്കെ, മെഹറൂഫൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 91.25 കേട്ടോ. 91.25 ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് സിമ്പിൾ ഒന്ന് ചെയ്ത് തരാം. അതായത് 365/400 അല്ലേ? 365/400. ഓക്കെ, ഇവിടെ സിമ്പിൾ വഴി ഉണ്ട്. അതായത് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കിട്ടുക. കിട്ടിയ മാർക്ക് ഹരിക്കണം ടോട്ടൽ മാർക്ക് 100. ഇവിടെ ഈ 100-ഉം ഈ 400-ലെയും 0 വെട്ടിക്കൂടെ? ഇവിടെ ഈ 400-ലെ ഇത് മനസ്സിലാക്കണ്ടേ? ഇത് എപ്പോഴും ചെയ്യാൻ 100-ലെ 0 വിട്ട. അപ്പൊ ഇൻറ്റു 1 പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വാല്യൂ ഇല്ല അല്ലെ? ഇൻറ്റു 1 പറഞ്ഞാൽ ആ സംഖ്യ തന്നെ അല്ല. 365/4 ചെയ്താൽ 365/4, സോറി, 365 ഹരിക്കണം 4 എന്ന് പറയുമ്പോ 3-ൽ 4 പോകൂല.
അപ്പൊ നമ്മള് 36 എടുത്ത് നോക്കും. 36-ൽ എത്ര നാലുണ്ട്? 9 4. 9 4 36 അല്ലെ? ശിഷ്ടം 0. പിന്നെ നമ്മൾ 5 ഇറക്കിയത്. 5. 5-ൽ എത്ര നാലുണ്ട്? ഒരു നാലുണ്ട്. ഒരു 4 4. അപ്പൊ എന്ത്? 4 ഇത്. അപ്പൊ 5-ന്ന് 4 കുറച്ചപ്പോ എത്ര കിട്ടി? 1. 1-ൽ 4 പോകൂല അല്ലെ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. 0 ഇട്ട് കൊടുക്കും. 0-ൽ എത്ര? 10-ൽ എത്ര നാലുണ്ട്? 10-ൽ 2 നാലുണ്ട് അല്ലെ? 2 4 എത്രയാണ്? 2 4 8 ആണ്. അപ്പൊ എന്ത് ചെയ്യും? 10-ന്ന് 8 കുറച്ചാല് 2 ഇത്ര കിട്ടും. അപ്പൊ 2-ൽ ഇനി 4 പോകൂല. അപ്പൊ 2-ൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കും. 20. 20-ൽ എത്ര നാലുണ്ട്? 5 നാലുണ്ട്. ഓക്കെ, 5 4 20. കറക്റ്റ്. 20 - 20 0. അപ്പൊ ഇതിന്റെ ആൻസർ 365/4 എന്ന് പറയുന്നത് 91.25 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 91.25 എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് pair of students has the smallest ratio between physics marks scored by them? അതായത് രണ്ട് സ്റ്റുഡൻസ് തമ്മിലുള്ള റേഷ്യോ എന്നുള്ളത് രാധിക അതുപോലെ തന്നെ കരണ്, നീരജ് കരണ്, സുജാത നീരജ്, പ്രിയങ്ക സുജാത, ഈ 4 ഓപ്ഷനുകളുണ്ട്. അതായത് രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പെയർ ആക്കിയിട്ട് തന്നിട്ടുള്ളത്. ഈ രണ്ട് പെയറുകളിൽ എന്താണ് ചോദിക്കുന്നത്? സ്മോളസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ ഫിസിക്സ് മാർക്സ് സ്കോർഡ് ബൈ ദം. ഇവർ രണ്ടുപേരും നേടിയിട്ടുള്ള, ഇപ്പൊ രാധികയും കരണും, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഒക്കെ നീരജും കരണും, ഇവർ രണ്ടുപേരും നേടിയിട്ടുള്ള ഫിസിക്സ് മാർക്കിൽ ഏറ്റവും കുറഞ്ഞ റേഷ്യോ ആരുടേതാണ്? റേഷ്യോ ആണ് നമുക്കറിയാം. ഫസ്റ്റത്തെ റേഷ്യോ രണ്ട് സംഖ്യകളാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ ഡിവൈഡ് ബൈ രണ്ടാമത്തെ സംഖ്യ റേഷ്യോ കാണാൻ അല്ലേ? രാധികയും കരണാണെങ്കിൽ രാധികന്റെ ഫിസിക്സിലെ മാർക്ക് ഹരിക്കണം കരണിന്റെ ഫിസിക്സിലെ മാർക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഒരു റേഷ്യോ കിട്ടും. അപ്പൊ ഒരു ശതമാനം കിട്ടും. അതുപോലെ തന്നെ നീരജും കരണും തമ്മിലുള്ള റേഷ്യോ കാണാം. സുജാതയും നീരജും തമ്മിലുള്ള റേഷ്യോ കാണാം. പ്രിയങ്കയും സുജാതയും തമ്മിലുള്ള റേഷ്യോ കാണാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എല്ലാവരുടെയും റേഷ്യോ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിരിക്കുന്നത് നാല് പെയറുകളുടെ 4 പെയറുകളുടെയും റേഷ്യോ വന്നിട്ട് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ കാണും. അപ്പൊ ഇതിൽ നോക്കേണ്ടത് രാധികയുടെ ഫിസിക്സിലെ മാർക്ക് എത്ര നോക്കണം. ഓക്കെ, രാധികയുടെ ഫിസിക്സിലെ മാർക്ക് 90ആണ്. ഓക്കെ, ലിസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. നമ്മൾ ഇവിടെ നിന്ന് എഴുതി കൊടുക്കുക. രാധികയുടെ 90ആണ്. അതുപോലെ തന്നെ കരണിന്റെ എത്രയാണ് നോക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ എ മാത്രമേ ഞാൻ ചെയ്യും. ബാക്കി ബിയും സിയും ഡിയും നിങ്ങൾ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ആൾ തന്നെ രാധികയും കരണും അല്ലേ? കരണിന്റെ ഫിസിക്സിലെ മാർക്ക് എത്രയാണ്? 92ആണ്. ടേബിളിൽ നോക്കി കിട്ടും, 92ആണ്. ഇപ്പൊ 90 ഹരിക്കണം 92. ഇവർ നമ്മളെ റേഷ്യോ ഇട്ട 90 ഡിവൈഡഡ് ബൈ 92. അപ്പൊ ഇവർ നമ്മളെ റേഷ്യോ കിട്ടും. ഇതെങ്ങനെ ചെയ്യാം? ഇത് നമ്മള് ഈ 90 ഉള്ളത് ഉള്ളിലായിരിക്കും. നമ്മൾ ഹരിക്കണം 90 ഹരിക്കണം 92 അല്ലേ? അപ്പൊ 90 എന്നുള്ളത് നമ്മൾ ഉള്ളിൽ എഴുതും. 90 എന്നുള്ള ഉള്ളിൽ എഴുതും. 92 എന്നുള്ള പുറത്ത് എഴുതും. ഓക്കെ, ഇനി നമ്മൾ 90-ൽ എത്ര 92 ഉണ്ടെന്ന് നോക്കാൻ പോകും. 90-ൽ എത്ര 92 വെച്ചാൽ ഒന്നുപോലും ഇല്ലല്ലോ. കാരണം 92 വലിയ സംഖ്യ. ഓക്കെ, അപ്പൊ 90-ൽ എത്ര 92 നോക്കാനും ശരിയില്ല. അപ്പൊ നമ്മൾ ഹരിക്കാൻ വേണ്ടിട്ട് ഒരു 0 ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇനി 900-ൽ എത്ര 92 ഉണ്ട് നോക്കാം. ഓക്കെ, 900-ൽ എത്ര 92 ഉണ്ട് നോക്കാം. നമ്മൾ ഹരിച്ചു നോക്കാനാണ് കേട്ടോ. ഒരു 92 രണ്ടെണ്ണം എത്ര നോക്കുക? 3, ഏകദേശം ഒരു 9 പോകും അല്ലെ? 9 പോലെ 10 92 പോകണമെങ്കിൽ 920 ആവണം. അപ്പൊ എന്താ 900-ൽ ഒരു 9 പോകും. 9 92 എത്ര നോക്കാം. ഓക്കെ, 9-ല് 9 92-ൽ 828ആണ്. 828ആണ്. പിന്നെ 10 പോകില്ല. 10 പോകണമെങ്കിൽ 920 ആവണം. അപ്പൊ 9 പോകും. നമ്മളിവിടെ 9 ഇട്ടെടുത്തു. 9 92 എത്രയാണ്? 828ആണ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചു 900-ന് 828 കൊടുക്കുമ്പോൾ 900-ന് 700 കൊടുക്കുമ്പോൾ 72 ഇവിടെ ബാക്കിയിട്ടുണ്ട്. 72. ഓക്കെ, 72-ൽ എത്ര 92 ഉണ്ട്? പോകൂല. ഒരു 0 കൂടെ ഇട്ടെടുത്തു. ഒരു 0 കൂടെ ഇട്ടെടുത്തു. ഇനി 720-ൽ എത്ര 92 ഉണ്ട് നോക്കാം. നമുക്ക് 9 ആകുമ്പോൾ 828ആണ്. 8 ആകുമ്പോഴോ 92 8 പ്രാവശ്യം പോകണമെങ്കിൽ 92 8 പ്രാവശ്യം പോകണമെങ്കിൽ 736 നമ്മളത്തെ 720 ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് 7 പ്രാവശ്യം പോകുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ 7 പ്രാവശ്യം ഇവിടെ എഴുതി കൊടുത്തു. 792 എത്ര? 792 എന്ന് പറയുന്നത് 644ആണ്. 644ആണ്. ഓക്കെ,
644. അപ്പൊ ഇത് 720 644 കുറക്കാം. 720 644 കുറക്കാം. അപ്പൊ എത്ര? 76 കിട്ടുന്നുണ്ട്. 76. ഓക്കെ, 644 പിന്നെ നമ്മൾ ചെയ്യണം, നമുക്ക് ഏകദേശം രണ്ട് സംഖ്യ കിട്ടും. 0.97 അത്ര ചെയ്താൽ മതി, നമ്മൾ ബാക്കിയും ചെയ്യണ്ട. 76 ഉണ്ട്, ഇനി നമ്മൾ 76 92 പോലെ അപ്പൊ ഒരു പൂജ്യം കൂടെ ഇട്ടെടുക്കും. പിന്നെ 760 എത്ര 92 നോക്കാം. പക്ഷെ നമുക്ക് കണ്ടു പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ തൽക്കാലം രണ്ട് ഡിജിറ്റ് കിട്ടിയ 97 കിട്ടില്ല. പൂജ്യം അല്ല, 0.97 അല്ലെ, 0.97 കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ നീരജിന്റേതും കറണ്ട് കാണാം. സിമ്പിൾ ആട്ടോ നീരജിന്റേത്. ഞാൻ ഇത്ര ഡിവൈഡ് നിങ്ങൾക്ക് അറിയാം, ഡിവിഷനെ കാരണം വിചാരിക്കണേ. ഇതിലിപ്പോ നമ്മൾ നിശ്ചയമുള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്? രണ്ട് ഓപ്ഷൻ. അപ്പൊ ഇവർ തമ്മിലുള്ളത് 0.92 എത്ര 97 കിട്ടില്ല. 0.97 ആണ് രാധികയും കാരണം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, രാധികയും കയറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 90:92ആണ്. 90:92ആണ്. അപ്പൊ ഇവർ തമ്മിൽ എന്താണ്? അപ്പൊ നമ്മള് 90:92ന്റെ വലിപ്പം കാണണമെങ്കിൽ 90 ഹരിക്കണം 92 ചെയ്താൽ മതി. 90 ഹരിക്കണം 92 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. എത്ര എത്ര കിട്ടി? 0.97 എന്നിട്ട്. ഇനി നമ്മൾ നീരജും കരണം തമ്മിലുള്ളത് കാണാം. സുജാതയും നീരജും തമ്മിലുള്ള കാണാം. പ്രിയങ്കയും സുജാതയും തമ്മിൽ കാണാം. ഇതേപോലെ എന്നിട്ട് നാല് പേര് തന്നിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെ സ്മോളസ്റ്റ് ആണ്. സ്മോളസ്റ്റ് റേഷ്യോ ഉണ്ട്. അപ്പൊ അതാ നീരജ് കരണം. ജസ്റ്റ് എല്ലാവരും നോട്ട് ചെയ്ത് കേട്ടോ. ഈ ഓപ്ഷൻ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ടേബിൾ കാണിച്ചിരും. ഓക്കെ, ടേബിൾ കാണിച്ചിട്ട് എന്നിട്ട് നീരജും കരണം തമ്മിലുള്ള റേഷ്യോ കാണാം. നീരജിന്റെ ഫിസിക്സിലെ മാർക്ക് എത്രയാണ്? നീരജിന്റെ ഫിസിക്സിലെ മാർക്ക് 86 ആണ്. നീരജിന്റേത് 86 അതുപോലെ തന്നെ കരണിന്റെ എത്ര മാർക്കാണ്? കരണിന് ഫിസിക്സിൽ എത്ര മാർക്കാണ്? 92 അല്ലെ. അപ്പൊ 86 തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ റേഷ്യോ കാണും. 92 നമ്മുടെ റേഷ്യോ കാണും. 92. ഇനി സുജാതയും നീരജും തമ്മിലുള്ളത്. നീരജിന്റെ നമുക്കറിയാം 86 നമുക്കറിയാം. സുജാതന്റെ ഫിസിക്സിലെ മാർക്ക് എത്രയാണ്? സുജാതയുടെ ഫിസിക്സിലെ മാർക്ക് എന്ന് പറയുന്നത് 77. 77. അപ്പൊ ആദ്യത്തെ ആൾ നമ്മൾ മേലെ എഴുതും. 77 ഹരിക്കണം 86 അങ്ങനെ കേട്ടോ. 77/86 ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ 77 ഉള്ളിലാക്കും, 86 പുറത്താക്കും. എന്നിട്ട് 77 എത്ര 86 നോക്കും. ഒറ്റൊന്നുമില്ല, പൂജ്യം ഇടും. 770 എത്ര 86 നോക്കും. അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ പ്രിയങ്ക സുജാത. സുജാതന്റെ 77 ഫിസിക്സിലെ മാർക്ക്. പ്രിയങ്കയുടെ ഫിസിക്സിലെ മാർക്ക് എത്രയാണ്? പ്രിയങ്കയുടെ ഫിസിക്സിലെ മാർക്ക് എന്ന് പറഞ്ഞാൽ 63. ഓക്കെ, 63. 63. 63 ഹരിക്കണം 77. ഓക്കെ, ഇത് മൂന്നും ചെയ്തോട്ടെ. 63 പ്രിയങ്കയുടെ 63 സുജാത 77. ഓക്കെ, ഇത് മൂന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഫസ്റ്റ് നമുക്ക് കിട്ടി 0.97 കിട്ടി. പിന്നെ രണ്ടാമത് ബിയും സിയും ഡിയും ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്നുള്ളത് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഓരോരുത്തർക്കും ആൻസർ കിട്ടുമ്പോൾ ഇവിടെ അങ്ങനെ കമന്റിൽ അറിയിക്കാം. ആദ്യം ബി ചെയ്യാം, പിന്നെ സി ചെയ്യാം, ഡി ചെയ്യാം. ആരും കാൽക്കുലേറ്ററിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ എക്സാം ഹോളിൽ തന്നെ കാൽക്കുലേറ്റർ കിട്ടേണ്ടി വരും. ഓക്കെ, സന്തോഷം. നന്ദനക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ബി. ഞാൻ പറയുന്നില്ല, ബാക്കി എല്ലാവരും സ്വന്തം കണ്ടെത്തട്ടെ. നന്ദന ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. നീരജ് ഈസ്റ്റ് കരൺ എന്ന് പറയുമ്പോൾ നീരജ് മേലേക്ക് ഇറക്കും. 86 മേലായിരിക്കും, കരണം 92 അടിയിലായിരിക്കും. ഫസ്റ്റ് ആളെ മേലെയും രണ്ടാമത്തെ ആളെ അടിയിലാക്കി.
ഓക്കെ, ഒരാളെ രണ്ടെണ്ണം ബിയും സിയും കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഗുഡ്. ഇനി ഡി കൂടെ കണ്ടെത്തട്ടോ. ഇപ്പം നാലെണ്ണം കിട്ടുമ്പോൾ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതില് മെഹറൂഫ, നന്ദന രണ്ടുപേരും ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള രണ്ടുപേരും ഇവിടെ ആക്റ്റീവ് ആണ്, പെട്ടെന്ന് സ്പീഡ് ആക്കണം. ഡി എന്ന് പറയുന്നത് 1.07 ഒരു സാധ്യതയില്ല. ഉണ്ടോ? പ്രിയങ്കടുത്ത് 83, സുജാത 77 അല്ലേ? സോറി കേട്ടോ, ഇതില് പ്രിയങ്കടുത്ത് 83 അതിൽ കാണുമ്പോ 83, 63. ഓക്കെ, ഞാൻ എഴുതിയപ്പോ അതിന് 6 തെറ്റ്. 63, 63 ഹരിക്കണ 77. ഓക്കെ, റൂഫ ചെയ്തതില് ഞാൻ ഇവിടെ കണ്ടപ്പോ 83 വിചാരിക്കണ്ട, അത് 63 കേട്ടോ. 63/77 എന്തായാലും പോയിന്റിന് താഴെ. ഓക്കെ. ഓക്കെ, റസീന കറക്റ്റ് ആൻസർ ആണ്. 0.81 അല്ലേ? ഓക്കെ, 0.81. ഓക്കെ, എ ബി സി അല്ല കേട്ടോ, സി ബി ഡി ആണ്. നൂറ ഖാലിദ് എന്നാൽ ശ്രദ്ധിക്കാം. സി ബി ഡി അല്ലെ? എ നമ്മൾ ചെയ്തല്ലോ അല്ലെ? സി ബി ഡി കിട്ടി. 0.93. സി എത്ര? 8.9 അല്ലേ? 0.89 സി. സുജാതി നീരജ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കട്ടെ ഒരു മിനിറ്റ്. എനിക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നോക്കുക. 90/92 അല്ലെ? രാധികയുടെ 90 കരണ്ട് 92 ചെയ്യുമ്പോൾ 0.98. രണ്ട് സംഖ്യക്ക് വരെ മതി കേട്ടോ, മൂന്നാമത്തിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഇനി 2.97 കിട്ടുകയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ സംഖ്യ കണ്ടെത്തിയാൽ മതി. ഹരിക്കുമ്പോഴേ ഇതറ്റല്ലാതെ ഇങ്ങനെ പോകും. നമ്മള് ഒരു രണ്ട് സംഖ്യ അല്ലെ, മാക്സിമം മൂന്ന് സംഖ്യ, രണ്ട് സംഖ്യ കണ്ടാൽ മതി പോയിന്റിന് ശേഷം. നീരജും കരണും തമ്മിൽ 86/92. അവർ നമ്മളെ റേഷ്യോ 0.935 0.93 അല്ലെ? അപ്പൊ 0.9 ഫസ്റ്റ് രണ്ടിടത്തിലുണ്ട്. പിന്നെ 0.8 വരുന്നത്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 0.9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ തന്നെ 0.9 ഇവിടെ രണ്ടാമത്തെ കൊടുത്ത്. ഇവിടെ 7. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? 0.98. പക്ഷെ നമുക്ക് ചോദിച്ചത് എന്താണ്? ഏറ്റവും ചെറുതാ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 0.818 അല്ലെ? ഏറ്റവും ചെറുതെന്നാണ് 0.818. പ്രിയങ്ക സുജാത തമ്മിലുള്ള റേഷ്യോ 63:77 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഏറ്റവും ചെറുത്. അതിന് മനസ്സിലായി? നമ്മൾ 63നെയും 77നെയും തമ്മിൽ ഹരിക്കുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നത് 0.818 എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ റേഷ്യോ. മനസ്സിലായി? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഈസി അല്ലത്? ക്ലാസ് സിമ്പിൾ അല്ലേ? മനസ്സിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി പ്രിയങ്ക അതായത് സുജാത, ഈ രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇതൊരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഈ ഒരു സീരീസിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള, താരതമ്യേന ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നടത്തുന്നത്. ഇനി നാലാമത്തെ അഞ്ചാമത്തെ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ടേബിൾ ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻ്റെ ഒരു ടേബിൾ ഒന്ന് കണ്ടെന്ന് പരിചയപ്പെടാനായിട്ടും ടേബിള് കണ്ട് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് വിത്ത് ഫോർ ഹയസ്റ്റ് സ്കോർസ് ഇൻ ഫിസിക്സ്? ഫിസിക്സിൽ വാട്ട് ആർ ദ ആവറേജ് മാർക്ക്? അത് ആവറേജ് കണ്ടെത്താനുള്ളത്. എന്തിന്റെ ആവറേജ് ആണ്? ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് വിത്ത് ഫോർ ഹയസ്റ്റ് സ്കോർസ് ഇൻ ഫിസിക്സ്. ഫിസിക്സ് എന്ന വിഷയത്തില്, ഇതിലിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് 4 വിഷയം ഉണ്ടല്ലോ. ഫിസിക്സിൽ 4 ഹയസ്റ്റ് മാർക്ക് വേണ്ടത്. ഫിസിക്സിൽ 6 വിദ്യാർത്ഥികളുണ്ട്. അതിൽ 4 ഏറ്റവും ടോപ്പ് മാർക്കുള്ള 4 മാർക്ക്, ഏറ്റവും ടോപ്പ് 90, 92, 96, 63, 77, 50 ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 4 മാർക്ക് എടുക്കാം. 90 ഉണ്ട്, 92 ഉണ്ട്, 86 ഉണ്ട്, 77 ഉണ്ട് അല്ലെ? ഇതിൽ ഏറ്റവും ടോപ്പ്, ഏറ്റവും വലുത് 92 പിന്നെ 90, പിന്നെ 86, 77. അപ്പൊ ഏറ്റവും 4 ഹയസ്റ്റ് മാർക്ക് നമ്മൾ എടുത്തു. ഇനി എന്താ കാണേണ്ടത്? 4 ഹയസ്റ്റിന്റെ
എന്താണ് ആവറേജ് മാർക്കാണ്. ഫോർ ഹയസ്റ്റിന്റെ ആവറേജ് മാർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നാലെണ്ണം ആവറേജ് ആണ് എത്ര ഉള്ളൂ എല്ലാത്തിനെയും ടോട്ടൽ ബൈ എത്ര സംഖ്യ ഉള്ളത്? നാല് സംഖ്യയുടെ ആവറേജ് ആണ്. നാല് സംഖ്യ നമ്മൾ കൂട്ടും. ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ കൂട്ടും. എന്നിട്ട് എത്ര സംഖ്യ ഉള്ളത്? നാല് സംഖ്യ ഉള്ളത്. നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് നമ്മൾ ഇതാ ഫിസിക്സിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നാല് മാർക്കുകളുടെ ആവറേജ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ്? സ്റ്റുഡന്റ് നേടിയിട്ടുള്ള ആവറേജ് മാർക്ക് എത്രയുണ്ട് എന്തിൽ? വിത്ത് ഫോർ ഹയസ്റ്റ് സ്കോർസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലെ ഏറ്റവും നാല് ഹയസ്റ്റ് സ്കോറുകളിൽ ഈ സ്റ്റുഡൻസ് നേടിയിട്ടുള്ള മാർക്കിന്റെ ആവറേജ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടെത്തട്ടോ. ഫിസിക്സിലെ ഏറ്റവും ടോപ്പ് നാല് മാർക്ക് ഏതാണെന്ന് കണ്ടെത്തുക. ആ നാല് മാർക്കിന്റെ ആവറേജ് കണ്ടെത്തുക. നാല് മാർക്ക് എല്ലാം ടോട്ടൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ബൈ എത്ര മാർക്കുള്ള? നാലല്ലേ? ഡിവൈഡ് ബൈ നാല് ചെയ്യാം. അത് നമുക്ക് ആവറേജ് കിട്ടും. ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക. ടേബിൾ ഇതാ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഫിസിക്സിലാണ് നോക്കേണ്ടത്. ഫിസിക്സിലെ ഹയസ്റ്റ് ഫോർ മാർക്ക്. പെട്ടെന്ന് ചെയ്യട്ടോ, സിമ്പിൾ ആണ്. ഇതൊക്കെ ദാ ഒരു മാർക്ക് നമുക്ക് ഒരു മിനിറ്റ് മതി ഇത് ചെയ്യാൻ. ഒരു മിനിറ്റ് കൊണ്ട് നമുക്കൊരു മാർക്ക് കിട്ടും എക്സാമിൽ. ഓക്കെ, നന്ദന ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ ചെയ്യട്ടോ. ബാക്കിയുള്ളവരും കൂടെ പെട്ടെന്ന് ചെയ്യണം. ഞാനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫാസ്റ്റ്. നാല് മാർക്ക് ടോട്ടൽ കാണാം. ഡിവൈഡ് ബൈ നാല്. നന്ദന, റസീന രണ്ടുപേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻസർ ശരിയാണ്. നമുക്ക് നോക്കാം. ഇതിൽ ഓപ്ഷനിലെ ഇതിലിപ്പോ മെഹറൂഫ. ഓക്കെ, 86.25 ഒരാളും കൂടെ ചെയ്യണ്ടേ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നോക്കാം, 86.25. ഓക്കെ, ഇതിലിപ്പോ 86.2 കിട്ടിയത് നമുക്ക് നിർത്തട്ടോ. ഇതിപ്പോ മെഹറൂഫ ചെയ്തപ്പോളെ 86.2 കിട്ടി. പിന്നെ അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും പാടെ ഒരു മിനിറ്റും പാടെ സമയം വേണ്ടേ? അല്ലെ, ഒരു 20 സെക്കൻഡ് പാടെ നമുക്ക് അഞ്ച് കണ്ടെത്താനോട് വേണം. 86.2 കണ്ടെത്താൻ നിർത്താം. കാരണം എന്താ? 86.5 പിന്നെ 86.2 രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 2, 5 കാണേണ്ട ആവശ്യമില്ല. 86 കിട്ടിയാൽ തന്നെ നമുക്ക് എയോ ഡിയോ ആണെന്ന് ഉറപ്പായി. 86 കിട്ടിയത് നമ്മൾ പോയിന്റ് ഇട്ടെടുക്കും. പിന്നെ 5 പിന്നെ നമ്മൾ കിട്ടുന്ന പോയിന്റ് ശേഷം കിട്ടുന്നത് നമുക്ക് 2 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പ് ഓപ്ഷൻ ഡി ആണ്. ഇനി നമ്മൾ അടുത്തൊരു സംഖ്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. റൂഫൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കാണ്. 2.5 കണ്ടതിൽ തെറ്റൊന്നും പറഞ്ഞില്ലേ? ശരിയാണ്. പക്ഷെ രണ്ട് കണ്ടാൽ നമുക്ക് ഇവിടെ നിർത്താം. നമ്മുടെ എക്സാമിന് സമയം ലാഭിക്കാനുള്ള ട്രിക്ക് പറയാം കേട്ടോ. പോയിന്റ് 2 കണ്ടാൽ നിർത്താം. ചിലപ്പോൾ പോയിന്റ് 2.5 ഓപ്ഷനിൽ പോയിന്റ് 2.6 എന്നുണ്ടാവും. 2.6 എന്നുണ്ടാവും. അപ്പൊ നമ്മൾ പോയിന്റ് 2 ശേഷം നമ്മൾ 6 ആണോ 5 ആണോ കൺഫേം ആയി വേണ്ടി ബാക്കി ചെയ്യേണ്ടി വരും. നേരത്തെ 86 ശേഷം പോയിന്റ് 2 മാത്രം ഒരു ഓപ്ഷനിൽ മാത്രം ഉള്ളെങ്കിൽ അത് കണ്ടാൽ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം. കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ? ഓക്കെ, ഇനി ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത്ര സിമ്പിൾ ആണല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്യുള്ളത് എല്ലാ ഫിസിക്സിന്റെ മാർക്കും ലിസ്റ്റ് ചെയ്ത് ഇതിന്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ പറയാം. ഫിസിക്സിന്റെ 6 മാർക്കുകൾ ഇത് 6 നമ്മൾ ലിസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 4 നമ്മൾ സെലക്ട് ചെയ്തു. 4 നമ്മൾ ആഡ് ചെയ്തു. ആവറേജ് കണ്ടെത്തേണ്ടത് എല്ലാത്തിനും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 4. അപ്പൊ 345 കിട്ടി. 345/4 എന്നുള്ള 86.25 കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടേബിൾ ഒന്ന് നോക്കട്ടെ, ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. According to the marks obtained, what is the percentage of needed in best three subject? പെർസെന്റേജ് ആണ് കേട്ടോ. ആവറേജ്, പെർസെന്റേജ് ഒക്കെ വേറെ വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ സ്വന്തം ചെയ്യണം കേട്ടോ. അക്കോർഡിംഗ് ടു ദ മാർക്സ് ഒബ്റ്റൈൻഡ്, നേടിയെടുത്ത മാർക്കിനനുസരിച്ച് വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് നീരജ്? നീരജിന്റെ പെർസെന്റേജ് ശതമാനം എത്രയാണ് ഇൻ ബെസ്റ്റ് ത്രീ സബ്ജക്ട്? നീരജിന് കുറെ സബ്ജക്റ്റ് ഉണ്ട്, 4 സബ്ജക്റ്റിന്റെ മാർക്ക് ഉണ്ട്. പക്ഷെ 4 എണ്ണത്തിന്റെ പെർസെന്റേജ് കാണാൻ പറഞ്ഞിട്ടില്ല. നീരജ് ഇൻ ബെസ്റ്റ് ഇത്ര സബ്ജക്ട്. നീരജിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 മാർക്ക് ഏതാണ്? 3 സബ്ജക്ട് ഏതാണ്? 4 സബ്ജക്റ്റിന് അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 3 സബ്ജക്ട് കാണാം. അതിന്റെ പെർസെന്റേജ് കാണാം. അപ്പൊ 3 സബ്ജക്റ്റിന്റെ നീരജ് നോട്ട് ചെയ്ത് വെക്കാം. നീരജിന്റെ ബെസ്റ്റ് 3 സബ്ജക്ട് ഏതാണ് കണ്ടെത്താം. ആ 3 സബ്ജക്റ്റിന്റെ പെർസെന്റേജ് കാണാം. അപ്പൊ 3 സബ്ജക്റ്റിന്റെ ഡിവൈഡ് ബൈ 3 സബ്ജക്റ്റിന്റെ ടോട്ടൽ എത്രയാണ്? 300 മാർക്ക് അല്ലേ? അപ്പൊ ഹരിക്കണം 300/100 ചെയ്താൽ എത്ര ടി പെർസെന്റേജ് കിട്ടി? ഒന്ന് ചെയ്യോ? നീരജിലെ നീരജ് ഇതാക്കണം. നീരജിന്റെ ബെസ്റ്റ് 3 സബ്ജക്ട് ഏതാ നോക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 3 സബ്ജക്ട് ഏത് നോക്കാം. ആ 3 സബ്ജക്റ്റിന്റെ പെർസെന്റേജ് കാണാം.
ഓക്കെ, ചെയ്യട്ടെ, എല്ലാരും ചെയ്യാം. ഓക്കെ, എല്ലാരും കിട്ടിയോ? 81.6% ആണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് നോക്കട്ടോ. സിമ്പിളായ ക്വസ്റ്റൻ അല്ലേ? ഇത്രേ ഉള്ളൂ, 5 ക്വസ്റ്റൻ ചെയ്യാൻ നമ്മൾ ആകെ വിശദീകരിക്കുക ആകെ 3/4 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ അല്ലേ? ആകെ 3/4 മണിക്കൂറില്ല, ഇപ്പൊ 4:17 സ്റ്റാർട്ട് 4:50, വെറും 40 മിനിറ്റ് കൊണ്ട് നമ്മൾ 5 ക്വസ്റ്റന് ചെയ്തു എന്നല്ല, 5 ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഒറ്റയ്ക്ക് ചെയ്യാം. ഒരു എക്സാം ഹോളിൽ ചെയ്യാൻ ഇത് നമുക്ക് ആകെ 8 മിനിറ്റ് മതി. 8 മിനിറ്റ് 7 മിനിറ്റ് മതി. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് പറയാം അല്ലെ? ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കിട്ടിയാൽ കഴിഞ്ഞ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ ഭയങ്കര ടഫ് ആയ ക്വസ്റ്റനാണ്. അത് ഞാൻ മനഃപൂർവ്വം സെലക്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, ഞാൻ മനഃപൂർവ്വമാണ് കഴിഞ്ഞ ഫസ്റ്റത്തെ സെഷൻ നമ്മൾ ജനറൽ ആയിട്ട് സെഷൻ ചെയ്തു. പിന്നെ ശേഷം 2 സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ടഫ് ആയിട്ടുള്ള 2 സെഷൻ സെലക്ട് ചെയ്ത് മനഃപൂർവ്വം ചെയ്താണ്. നമ്മൾ അത് പഠിച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ചെയ്ത് ഇനി ഇതൊന്നുകൂടെ ആവറേജിനേക്കാളും ബിലോ ആവറേജ് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടായിരിക്കും. നമ്മൾ നീരജിന്റെ മാർക്കുകൾ 86, 82, 75, 70. അതിൽ ടോപ്പ് മാർക്ക് നമ്മൾ കണ്ടെത്തി. ഇതിൽ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് എത്താണ്? 86, 82, 70. ഇത് ടോട്ടൽ കണ്ടു എത്രയാണ്? 245 അല്ലെ? 245 ആണ് ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. 245 ഡിവൈഡഡ് ബൈ 245 ഹരിക്കണം 300. ഞാൻ ഇവിടെ ചെയ്ത് നോക്കണം കേട്ടോ. ലാപ്പിൽ ഇപ്പോൾ ടെക്സ്റ്റ് ടൈപ്പിംഗിന് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഓക്കെ, 245ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. 245, 245ന് ശതമാനം കാണുമ്പോൾ 245 എന്ന് പറയുന്നത് 3 വിഷയങ്ങളല്ലേ? 3 വിഷയങ്ങളിൽ ടോട്ടൽ എത്രയാണ്? 300ആയിരിക്കും. സോറി, 300ആയിരിക്കും അല്ലേ? 300 × 100 പെർസെന്റേജ് ആകുമ്പോൾ ×100 ചെയ്യാം. കാരണം 300-ലെ 2 പൂജ്യം വിട്ടും 100-ലെ 2 പൂജ്യം വിട്ടും. അപ്പൊ ഇനി × 1 ഉള്ളത് അവന് മെയിൻ ആക്കേണ്ട ആവശ്യമില്ല. ×1 പറഞ്ഞാൽ സംഖ്യനല്ലേ? ഇപ്പൊ 245 ബാക്കി എന്താണോ? 245 ഹരിക്കണം 3 എന്നുള്ളത്. 24 എത്ര 3 ഉണ്ട്? 7 3 അല്ലെ? 8 3, 8 3 24ആണ്. 24 കുറച്ച് പൂജ്യം, പിന്നെ 5 5 എത്ര 3 ഉണ്ട്? 5 ഒരു 3 ഉണ്ട്. ഒരു 3 3. അപ്പൊ 5 -3 പറഞ്ഞാൽ 2ആണ്. 2-ൽ 3 പോകൂല. അപ്പൊ 2-ൽ ഇവിടെ പൂജ്യം ഇട്ട് കൊടുക്കും. പൂജ്യം എടുത്താൽ മാത്രമേ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. 20-ൽ എത്ര 3 ഉണ്ട്? 6 3 അല്ലെ? 6 3 18 മതി. നമുക്ക് അത്ര മതി അല്ലെ? നമ്മൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിലേക്ക് പോയി നോക്കട്ടോ. 81.6, 81.6 എന്നുള്ളത് ഒരു ഓപ്ഷനിലല്ലേ ഉള്ളൂ. മറ്റേത് 80%, അതല്ല. 81.3 അതും തെറ്റാണ്. 80.66 തെറ്റാണ്. നമുക്ക് 81.6 കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ നിർത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആണോ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു നെറ്റ് എക്സാം, കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് എക്സാമിന് ചോദിച്ചത് തന്നെ കേട്ടോ. ഏത് സബ്ജക്റ്റ് എന്നുള്ളത് ഇപ്പൊ എന്റെ ഓർമ്മയില്ല. ഏത് സബ്ജക്റ്റുകാർക്ക് ചോദിച്ചതിന്റെ ഓർമ്മയിലില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ 2024 ഡിസംബർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്ര എന്താണ് നിർത്താനായിട്ടില്ല. നമ്മൾ ഡാറ്റിന്റെ ഒരു സെറ്റ് കഴിഞ്ഞതാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ഒരു ലെറ്റർ സീരീസ്, നമ്പർ സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിടാം. ഓക്കെ, അതാണ് നല്ലത് തോന്നുന്നു. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ 4 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണേ. പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കുറെ സമയം ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് സമയം വൈൻഡപ്പ്